ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പാറ്റ നേതാവായ അഭിജിത് ദീപ്കെയും അടക്കം രൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വിശ്വാസമില്ല എന്നാണ് അഭിജിത് ദീപ്കെ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നും ഓർക്കണം. പാർലമെന്റ്, കോടതി, ഇലക്ഷൻ കമ്മീഷൻ, മാധ്യമങ്ങൾ എന്നിവയിലെല്ലാം വിശ്വാസം നഷ്ടമായിരിക്കുന്നുവെന്ന് CJP നേതാവായ ദീപ്കെ വിശദീകരിക്കുന്നുണ്ട്. ഏത് സംവിധാനത്തിലും ജനങ്ങൾക്കുള്ള വിശ്വാസം തകർത്താൽ ആ സംവിധാനം തകർക്കാൻ കഴിയുമെന്ന് പരീക്ഷിച്ച് അറിഞ്ഞ വ്യക്തിയാണ് ജോർജ് സോറസ്. ലണ്ടൻ ബാങ്ക് തകരാൻ പോകുന്നുവെന്ന തെറ്റായ പ്രചാരണം നടത്തി. ഒരാഴ്ച കൊണ്ട് ബാങ്ക് തകർത്തു. അതിലൂടെ 1 ദശലക്ഷം പൗണ്ട് ഒറ്റ രാത്രി കൊണ്ട് സമ്പാദിച്ച മനുഷ്യനാണ് സോറസ്. അതായിരുന്നു സോറസിന്റെ തുടക്കം. അതേ തന്ത്രം ഉപയോഗിച്ച് അനേകം ധനകാര്യ സ്ഥാപനങ്ങളെ മാത്രമല്ല അനേകം രാജ്യഭരണകൂടങ്ങളെയും തകർക്കാൻ സോറസിന് കഴിഞ്ഞു. അതിൽ അവസാനത്തേതായിരുന്നു ബംഗ്ലാദേശ്. ഇതിനായി നിരാശരും അരാജകവാദികളും അധ്വാനിക്കാൻ മടിയുള്ളവരുമായ ചെറുപ്പക്കാരുടെ ചെറു സംഘത്തെയാണ് സോറസ് ഉപയോഗിക്കുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന ബംഗ്ലാദേശ് ജനതയും കാഴ്ചക്കാരായി നിൽക്കുകയാണ്. പ്രധാനമന്ത്രി ഹസീനയെ അവരുടെ വീട് ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ആ ശ്രമം മഹത്താണ് എന്ന് പ്രചരിപ്പിക്കാനും ആളുണ്ടായി. പ്രചാരകർക്കും സോറസ് വിഹിതം നൽകിയിരുന്നു. ഇതിനു വേണ്ടിയാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന അന്താരാഷ്ട്ര NGO സോറസ് സ്ഥാപിച്ചത്. വിദ്യാർത്ഥി സമരങ്ങൾക്ക് മാത്രമായി ധനസഹായം നൽകുന്ന ഒരു ഉപസംഘടനയും സോറസ് രൂപീകരിച്ചിട്ടുണ്ട്. ജോർജിന്റെ മകൻ അലക്സാണ്ടർ സോറസ് ആണ് ഇപ്പോൾ അതിന്റെ നായകൻ. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി സമരം ഉണ്ടാക്കിയതും അവിടുത്തെ സർക്കാരിനെ തകർത്തതും യുനസിനെ ഭരണാധികാരിയാക്കിയതും അലക്സാണ്ടർ സോറസിന്റെ കൗശലവും ധനശേഷിയുമാണ്. സോറസിന്റെ ഓപ്പൺ സൊസൈറ്റിയുടെ കർമ്മ പരിപാടിയെ ഇങ്ങനെ സംക്ഷേപിക്കാം: അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിച്ച് പ്രചരിപ്പിക്കുക, വൈകാരികമായ പ്രകടനങ്ങളിലൂടെ ഈ ആരോപണങ്ങളെ സമൂഹത്തിൽ പടർത്തുക, അതിന്റെ അടിസ്ഥാനത്തിൽ നിയമവാഴ്ച നശിപ്പിക്കുക, ആക്രമണത്തിലൂടെ ഭരണകൂടത്തെ തകർക്കുക. പല രാജ്യങ്ങളിലും സോറസ് ഈ തന്ത്രം ഉപയോഗിച്ച് വിജയിച്ചിട്ടുണ്ട്. ഹ്രസ്വകാല നുണകളുടെ പ്രചാരണമാണ് സോറസ് ഉപയുക്തമാക്കുന്നത്. പറയുന്നത് നുണയാണെന്ന് തെളിയിക്കപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അടുത്ത നുണ പ്രചരിപ്പിക്കുക. നിരന്തരം നിർഭയമായി നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി തന്ത്രം. ഇതുകൊണ്ടാണ് റഷ്യ, ഹംഗറി, പോളണ്ട്, തുർക്കി, കസാക്കിസ്ഥാൻ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങൾ സോറസിന്റെ സംഘടനകളെ നിരോധിച്ചത്. സോറസ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് സാമ്പത്തിക ലാഭമാണ്. ധനകാര്യ സ്ഥാപനങ്ങൾ, വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ, രാജ്യഭരണ സംവിധാനങ്ങൾ എന്നിവയിലെല്ലാം തകർക്കുന്നതിലൂടെയാണ് സോറസ് ലോക ധനികരിൽ ഒരാളായി മാറിയത്. $10,000 കോടി മോദിയെയും ഇന്ത്യയെയും തകർക്കാനായി മാറ്റിവെച്ച് കാത്തിരിക്കുകയാണ് സോറസ്. സോറസ് BK നെഹ്റുവിന്റെ ഭാര്യ ബന്ധുവാണ്. BK നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരൻ. സോറസിന്റെ വാത്സല്യ ഭാജനമാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയെ തകർത്ത് രാഹുലിനെ ഭരണാധികാരിയാക്കേണ്ടത് സോറസിന്റെ ആവശ്യമാണ്. അതിനാവശ്യമായ തുക മുടക്കാമെന്നും സോറസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സോറസ് പലതരത്തിലുമുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധിയോടുള്ള വിശ്വാസം സോറസിന് നഷ്ടപ്പെട്ടത് കൊണ്ടാകണം അമേരിക്കയിൽ നിന്നും പുതിയൊരു അവതാരത്തെ അഭിജിത് ദീപ്കെ എന്ന ആ വ്യക്തിയെ ഡൽഹിയിലേക്ക് ഇറക്കി വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്.